കൊണ്ടു തന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശം ഉണ്ടാവുമെന്ന്. ഇപ്പൊ ഈ കത്ത് കിട്ടിയപ്പോ ബോധ്യപ്പെട്ടില്ലേ? മോൾക്ക് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. സാറിന്റെ മനസ്സേ കാര്യമായിട്ട് എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്. എന്നാലും എന്റെ ദത്തേട്ടനല്ല, ഏതേട്ടനാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു അമ്മ പെറ്റ മക്കളാ. സൗകര്യം കിട്ടിയാൽ അവര് വേലി ചാടിയിരിക്കും. പിന്നെ ഈ മൊബൈലിലൊക്കെ ഇപ്പൊ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. എന്നെ ഒന്ന് പീഡിപ്പിക്കൂന്നും പറഞ്ഞ ഓരോ ഓളമാര് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങിയേക്കുമല്ലയോ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ ദത്തേട്ടൻ അങ്ങനെ ഒരാളൊന്നും അല്ല. അയ്യോ, ആണെന്ന് മോള് തന്നെയല്ലേ പറഞ്ഞത്? ഇന്ന് ഞാൻ പറഞ്ഞോ? ഒരു കത്ത് കണ്ടുകിട്ടിന്നല്ലേ പറഞ്ഞോളൂ. മോളെ എന്താ അതിന്റെ അർത്ഥം? അതിന് ഈ ഒരു അർത്ഥം മാത്രമല്ലല്ലോ ഉള്ളത്. പിന്നെ ദത്തേട്ടന് എന്തെങ്കിലും കയ്യബദ്ധം പറ്റാനേ വഴിയുള്ളൂ. എനിക്കറിയാം, ദത്തേട്ടന് ആരോ മനുഷ്യനെ ചതിച്ചതാ. ആയിക്കോട്ടെ, ചതിക്കാൻ ദത്തൻ സാർ നിന്ന് കൊടുത്തിട്ടല്ലേ. ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? കണ്ടതും കേട്ടതും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മോളെ. വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഒക്കെ മോളുടെ ഇഷ്ടം. സൂക്ഷിച്ചാൽ മോൾക്ക് കൊള്ളാം. മോളെ, നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശി. മോളെ, ആദ്യക്കുട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. വൈകൊന്ന് എന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ല മുത്തശ്ശി. മോൾ അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്താ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? അയ്യോ, ഞങ്ങള് തമ്മില് പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി. പിന്നെ മോളെന്താ അവനെ വിളിക്കാത്ത? അല്ല, ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. കള്ളം പറയാൻ നിൽക്കണ്ട. എന്റെ മുന്നിൽ വെച്ചൊന്ന് വിളിച്ചേ, കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിളിക്കേ. എടുക്കുന്നില്ല. വന്നല്ലോ. നീ ഇതെവിടെയായിരുന്നു? എന്താ താമസിച്ചേ? നല്ല മഴയായിരുന്നു. ഞാനവിടെ ജംഗ്ഷനിൽ കടയിൽ കയറി നിൽക്കായിരുന്നു. ഇത്രയും നേരമോ? പിന്നെ ടൗണിൽ 1-2 പേരെ കാണാനും ഉണ്ടായിരുന്നു, അതാ വൈകിയത്. എന്താ വിവരം? നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെ നിന്നെ ഓർത്തൊരു പെണ്ണുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? എന്താടാ മിണ്ടാത്തെ? ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം വൈകിയല്ല. ആദി, പിണക്കം തീർന്നില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? കാല് പിടിക്കണോ? ആ, പിടിക്ക്. എന്താ നോക്കുന്ന? പിടിക്കണില്ലേ? പിടിക്ക്. പറഞ്ഞ കേട്ടില്ലേ? ഇത് പിടിക്കാൻ. തുറക്ക്.
ഹേമന്തമൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂനീ. വല്ലതും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്തൊക്കെ പറഞ്ഞൂടെ? എന്തിനാ ഈ ടിഫിൻ ബോക്സ് ഒക്കെ? ഇന്നലെ മറുപടി കിട്ടാതിരുന്നപ്പോ ഞാൻ കരുതി. ഇന്നലെയോ? അതിന് ഇന്നലെ താൻ കത്ത് വെച്ചത്? അല്ല, ഞാൻ ഇന്നലെയും കത്ത് വെച്ചു. അയ്യോ, എന്നിട്ട് അത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ ആ കത്ത് എവിടെ പോയി? സത്യമായിട്ട് ഞാനത് നിനക്ക് എഴുതിയ കത്താമി. ഞാൻ കൺമുന്നിൽ നിൽക്കുമ്പോ നിങ്ങൾ എനിക്ക് ഇതിനെ കത്ത് എഴുതുന്നേ? അത് നീ എനിക്ക് എഴുതിയോണ്ട്. ഞാൻ എഴുതിയെന്നോ? എപ്പോ എഴുതി? ആമി, നീ എനിക്ക് കത്തെഴുതി ടിഫിൻ ബോക്സിൽ വെച്ചില്ലേ? ഞാനോ? ആ, ഞാനങ്ങ് എഴുതിയിട്ടില്ല. ആഹാ, അപ്പൊ പിന്നെ ഇതാരെഴുതിയതാ നോക്ക്. ആ, നീ അല്ലേ എഴുതിയത്? എനിക്ക് പിണക്കൊന്നും ഇല്ല കേട്ടോ. നിന്റെ കൈയക്ഷരമല്ലേ ഇത്? ഇതെന്റെ കൈയക്ഷരമൊന്നും അല്ല. പിന്നെ ഇതാരെഴുതിയതാ? ആ, ഇപ്പൊ പിടികിട്ടി. ആര്? എന്റെ അന്തകൻ. ആ, നിന്റെ ആങ്ങളാ വൃത്തികെട്ടവന് അവന്റെ ഭാര്യ എഴുതിയ കത്താ. അവളെന്തിനാ അവന് കത്തെഴുതുന്നേ? നേരി പറഞ്ഞ പോരെ? അതൊക്കെ അവളോട് തന്നെ ചോദിക്കണം. എന്നാലും ആ ആദ്യത്തെ കത്തോടെ പോയി. അതെനിക്കറിയില്ല. ഞാൻ ടിഫിൻ ബോക്സിൽ തന്നെയാ വെച്ചത്. എന്താ അളിയ? നിന്റെ ഭാര്യയുടെ പ്രേമലേഖനം. അതല്ലേ നീ ഇപ്പൊ അന്വേഷിക്കുന്നേ? ഇവിടെയാണോ കിട്ടി? ദയവ് ചെയ്ത് ഇനിയെങ്കിലും ടിഫിൻ ബോക്സ് മാറി വെക്കരുത്. ഒരപേക്ഷയാണ്. പാവത്തുങ്ങളാ, ജീവിച്ച് പൊക്കോട്ടെ. പിടി. താങ്ക് യു. ഒരു പ്രേമലേഖനം. എന്റെ കത്തേ.